നമസ്കാരം. കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് കർഷകരുടെ ആത്മത്യാഗത്തിൻ്റെ ഫലമായി ജനുവരി 22-ന് ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യപ്പെടുകയാണ്. 2.7 ഏക്കർ ഭൂമിയിൽ 162 അടി ഉയരത്തിൽ ശ്രീരാമക്ഷേത്രം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് കേരളത്തിലല്ല ലോകത്ത് എമ്പാടുമുള്ള ശ്രീരാമ ഭക്തരുടെ പോരാട്ടത്തിൻ്റെ ഫലം കൂടി ആയി മാറുകയാണ്. കേരളത്തിൽ നിന്നുൾപ്പെടെ 8000 പേർക്കാണ് ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവസരം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 25 സന്യാസി വര്യന്മാർ ഉൾപ്പെടെ മത അമൃതാനന്ദമയും മോഹൻലാലും ഉൾപ്പെടെ 75 മലയാളികൾക്കാണ് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വിജി തമ്പി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനു മുന്നോടിയായി അയോധ്യ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം 30-ന് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ്. 23 പദ്ധതികളും ഇതിനിടെ തന്നെ അവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പദ്ധതികളുടെ എല്ലാം തന്നെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഒപ്പം റിനോവേഷൻ ചെയ്തിട്ടുള്ള അയോധ്യ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ ഉൾപ്പെടെയുള്ള ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത്. മാത്രമല്ല 3284 കോടി രൂപയുടെ 29 വികസന പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യും. മാത്രമല്ല അയോധ്യയിൽ സന്യാസി വര്യന്മാർക്ക് മുന്നിലൂടെ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും. ഈ റോഡ് ഷോയോടുകൂടി രാജ്യത്ത് തന്നെ തെരഞ്ഞെടുപ്പിനുള്ള വിളംബരം ചെയ്യൽ ആയി മാറും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതായത് അയോധ്യയിൽ മോദി പങ്കെടുക്കുന്ന റോഡ് ഷോ, ആ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. ഉയരുന്നത് ജയ് ശ്രീറാം വിളികൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. 23-ാം തീയതി ഭക്തർക്കായി, രാമഭക്തർക്കായി അയോധ്യ തുറന്നു കൊടുക്കപ്പെടും. കേരളത്തിൽ നിന്നും ധാരാളം പേർ അയോധ്യ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി ഇതിനടക്കം തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വിജയ് തമ്പിയുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ സംസ്ഥാനങ്ങൾക്കും വിശ്വ ഹിന്ദു പരിഷത്തിന് പ്രത്യേകം തീയതികൾ ഈ രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഫെബ്രുവരി 21 മുതൽ 24 വരെയാണ് കേരളത്തിൽ നിന്നുള്ള കർഷകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏകദേശം 1000-ഓളം കർഷകർ 1992 നടന്നിട്ടുള്ള ഡിമോളിഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഈ കർഷകരിൽ കുറേയധികം പേർ മരണപ്പെട്ടു പോയവരുണ്ട്. ജീവിച്ചിരിക്കുന്ന കർഷകർക്കും ഒപ്പം തന്നെ മരണപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾക്കും സൗജന്യമായിട്ടായിരിക്കും അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള ഘടകം യാത്രയൊരുക്കുന്നത്. അതും ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിനിൽ 2000 തീർത്ഥാടകർക്ക് ഒന്നിച്ചുള്ള ഒരു സന്ദർശനമാണ്, ഒരു തീർത്ഥാടനമാണ് ഒരുക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് എല്ലാ ആഴ്ചയിലും തന്നെ അയോധ്യയിലേക്ക് തീർത്ഥാടനം ഒരുക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് അയോധ്യയെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഒരു മുഖമായി കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററായി തന്നെ മാറ്റുകയാണ് നരേന്ദ്രമോദിയും BJPയും ലക്ഷ്യമിടുന്നത്. ഇത് തന്നെയായിരിക്കും 2024 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകുന്ന വിഷയവും. അതുകൊണ്ട് തന്നെ 2024 തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് ഷെയർ BJPക്ക് നേടാൻ സാധിക്കും. നേടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ വെച്ചുണ്ടായ തീരുമാനപ്രകാരം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് ഷെയർ നേടണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി പാർട്ടി നേതാക്കൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിനോടൊപ്പം തന്നെ യുവമോർച്ചയോട് രാജ്യത്ത് എമ്പാടും 5000-ഓളം റാലികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. ഇതിനൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും നേരിട്ടെത്തി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. അതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട്
കാര്യങ്ങൾ വേഗം സുഗമമാക്കി നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന ക്ലസ്റ്റർ യോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും നേരിട്ട് പങ്കെടുക്കും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. ഒപ്പം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടിട്ടുള്ള രാജ്യത്തെ 100 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ആ 100 ലോക്സഭാ മണ്ഡലങ്ങൾ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന നിലയിൽ നേരത്തെ തന്നെ കാലേക്കുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ മണ്ഡലങ്ങളിൽ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടത്താൻ വേണ്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി രാജ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് അയോധ്യ മാത്രമായിരിക്കും. ശ്രീരാമ ജന്മഭൂമിയെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ടാവുക. ഏറ്റവും അവസാനത്തെ ആഴ്ച, അതായത് ജനുവരി പകുതിയോടുകൂടി ശ്രീരാമ ജന്മഭൂമിയും അയോധ്യയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി വരുമ്പോൾ എങ്ങും ഉയരുക ശ്രീരാമ ജന്മഭൂമിയും ജയ് ശ്രീറാം വിളികളും മാത്രമായിരിക്കും. ഇതിലൂടെ കൃത്യമായി BJPക്ക് 50% മുകളിൽ വോട്ട് ഷെയർ നേടാനും 350 മുകളിൽ ലോക്സഭാ MP-മാരെ BJPക്ക് ഒറ്റയ്ക്ക് തന്നെ നേടാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുപോക്ക് നടത്താൻ വേണ്ടിയുമാണ് BJP ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്.